സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. രാവിലെ തന്നെ എന്തോ ഒരു സൗണ്ട്, അതാണിപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്നത്. എനിക്കറിയില്ല. ഓ ഗൈസ്, ഇതല്ല, ഈ ജെറ്റിൻ്റെ സൗണ്ട് അല്ല, വേറൊരു സൗണ്ടാണ് ഞാൻ കേട്ടത്. ഓ അതെ, ഇതന്നെയാണ് ഗൈസ്, ഈ സൗണ്ടാണ് ഞാൻ കേട്ടത് ഗൈസ്. കാര്യമായിട്ട് അവിടെ എന്തോ പറ്റിയിട്ടുണ്ട്. ഇതേ അവിടെ എന്തൊക്കെയോ ബ്ലാസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഗൈസ് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിൽ കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങോട്ടൊക്കെ ചെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇവിടുന്ന് എങ്ങാണ്ടാണ് നമ്മൾ ആ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ അടയാളം പോലും ഇല്ല ഗൈസ്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഓ ഗൈസ്, ആരോ അടിക്കുന്നുണ്ട് ഗൈസ്. ഫോണിൽ നല്ലോണം റിങ് ചെയ്യുന്നുണ്ട്. ഓ ബൈക്ക് ഒന്ന് ഇറങ്ങി ഗൈസ്. എൻ്റെ ഫോൺ പോക്കറ്റിനകത്താണ്. ഓക്കെ എടേ, ഷിൻജാനാ? ഈ ഷിൻജാൻ വിളിച്ചിട്ട് കുറേ ആയല്ല, ഇതെന്താ ഇപ്പോൾ? ഷിൻജാനെ നമ്മളോടൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. അതായത് ഷിൻജാൻ്റെ ഭാഗത്തു നിന്നാണ് ആ ഒരു ബ്ലാസ്റ്റും കാര്യങ്ങളും കണ്ടത്. അപ്പോൾ ആ പോയ ജെറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. സോ ഷിൻജാൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ആ കണ്ട ബ്ലാസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഷിൻജാൻക്ക് ഇപ്പോൾ വീടില്ല. സോ അവനക്കൊരു വീട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ ആ ബ്ലാസ്റ്റ് എങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ കണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഷിൻജാനെ കൂട്ടാൻ വേണ്ടി ഞാൻ എന്തായാലും നമ്മുടെ ലോസ് ആൻഡോസിലേക്ക് പോവുകയാണ്. കുറച്ചധികം ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് അവൻ്റെ വീട്ടിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അവനെ ഡയറക്റ്റ് ഇതിലടി കയറ്റി പോവാം ഗൈസ്. അതായിരിക്കും നല്ലത്. ഇറങ്ങാൻ നിന്ന ടൈം അങ്ങനെ പോവും. ഞാൻ എൻ്റെ ബൈനോക്കുലർ എടുത്തിട്ട് വെറുതെ നോക്കുമ്പോൾ അതാണ്ട് ഷിൻജാൻ ആ പ്ലെയിനിൻ്റെ മുകളിൽ, പ്ലെയിനല്ല, ആ ഹോട്ട് എയർ ബലൂണിൻ്റെ മുകളിലാണ് ഈ ഷിൻജാൻ ഇരിക്കുന്നത്. ഇതേ നിൽക്കുന്ന ഗൈസ്, നിങ്ങൾ അവനെ കണ്ട? അയ്യോ ഒടേ ഗൈസ്, പണി കിട്ടി ഇതേ. ഓക്കെ, പാരച്യൂട്ട് വർക്ക് ചെയ്ത് ഗൈസ്. ഞാൻ ഇത് തീർന്നെന്ന് വിചാരിച്ച് എൻ്റെ പൊന്നോ കാലി ബാഗായിട്ടൊക്കെയാണ് വന്നതെന്ന് വിചാരിച്ചേട്ടാ. സോ ദേ അവൻ ദേ, ഓ ദേ നിൽക്കുന്നത് നമ്മുടെ ഷിൻജാന്. എടേ, നീ എന്താണ് ഇവിടൊക്കെ വന്ന് നിൽക്കുന്നത്? ഓ ഫ്രാങ്ക്ലി ഭായി, അതൊന്നുമില്ല. എന്തായാലും എന്റെ വീടെല്ലാം പോയതല്ലേ, എന്നാ ചുമ്മാ കറങ്ങാനൊക്കെ വിചാരിച്ചു. അപ്പൊ ഇതിന്റെ മുകളിൽ അങ്ങനെ കയറിയതാണ്. എന്നാലും എനിക്ക് എന്തിന്റെ എന്താ ഓടിപ്പോകുന്ന പ്ലെയിനിന്റെ മുകളിലൊക്കെ ചാടി കയറാന്ന് പറഞ്ഞാ? അതൊന്നുമില്ല, അത് ഞാൻ ആ പ്ലെയിനിന്റെ മുകളിൽ ചുമ്മാ കയറിയതാ. ജനെ, എന്നാ നമുക്ക് താഴേക്ക് ചാടിയാലോ? അയ്യോ ഫ്രാങ്ക്ലി ഭായി, നിങ്ങളെ കയ്യിൽ പാരഷൂട്ട് ഒക്കെ ഉണ്ടോ? പാരഷൂട്ടൊക്കെ ഉണ്ട് ഷിൻജാനെ, നീ പേടിക്കാതിരിക്കും. നിനക്ക് താഴെ എത്തിയാ പോരെ? ഏയ്, താഴെ എത്തിയിട്ട് മാത്രം കാര്യമില്ല, എനിക്കൊരു വീട് സെറ്റ് ആക്കി തരണം. ഞാൻ ഇനി എവിടെ പോയി കിടക്കും? നീ എന്റെ നാട്ടിൽ പോരും. നിന്നെ അതിനല്ലേ ഞാൻ കൊണ്ടുവരാൻ വന്നേ. നിങ്ങളെ നാട്ടിൽ എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് ലോസ് ആൻഡോസിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. എന്നാ നീ നിന്റെ പൊളിഞ്ഞ വീട്ടിൽ പോയിരുന്നു. ഏയ് അത് വേണ്ട, ഞാൻ പോരുന്നുണ്ട്. ആ അങ്ങനെ വാ. നിനക്ക് നല്ലപോലെ ഹാപ്പിയായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. അല്ലെങ്കിൽ നിന്റെ ഈ പൊളിഞ്ഞ വീട്ടിലിരുന്നിട്ട് നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഫ്രാങ്ക്ലി ഭായി, നമ്മളിനി എങ്ങനെ നാട്ടിൽ പോകും? നാട്ടില അത് നമുക്ക് പ്ലെയിൻ കയറി പോവാ. അതല്ല, നമ്മൾ പ്ലെയിനിക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ പോകും? എന്താ ഷിൻജാനെ, നിനക്കറിയില്ലേ, നമ്മൾ ഏതെങ്കിലും കാറൊക്കെ എടുത്ത് പോകും. ഇതേ പോകുന്നെടുത്ത്. ഓക്കെ, അവൻ തീർന്നിട്ടുണ്ട്. കേറി ഷിൻജാനെ, ദാണ്ട അവന്റെ ബോധം പോയി. ആ ഓക്കെ ഫ്രാങ്ക്ലി ഭായി, നിങ്ങളിങ്ങനെ ഒച്ചയിടാതെ, നാട്ടുകാർ വളർന്ന് കൂടും. നിന്റെ ബഹളം കേട്ട ആൾക്കാർ നിന്നെ തട്ടിക്കൊണ്ടുവന്ന് തെറ്റിദ്ധരിക്കും. സോറി ഫ്രാങ്ക്ലി ഭായി, ഇവിടെ പോലീസുകാർ നമ്മളെ വെടിവെക്കും. എന്ത് വെടിയൊക്കെ അതിനുള്ള സെറ്റപ്പ് എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ, നീ ഏത് പ്ലെയിനിൽ കയറണം എന്ന് പറഞ്ഞാൽ മതി, അതിൽ ഞാൻ കയറുന്നതാണ്. എന്നാ ഏതിലൊരു വെള്ള പ്ലെയിന്, നമുക്ക് പാകമായിട്ടൊരു ചെറിയൊരു പ്ലെയിനിൽ കയറാൻ മതി. ചെറിയ പ്ലെയിനില്ല, എന്നാ നമുക്ക് നോക്കാം. ഇവിടെ ഏതെങ്കിലും ചെറിയ പ്ലെയിൻ ഉണ്ടോ നോക്കാം ഗൈസ്. അപ്പോൾ ഷിൻജാൻ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ചെറിയൊരു പ്ലെയിനിൽ കയറാം. അതേ ഇതൊക്കെ ഇതേ നിൽക്കുന്നേ. അത് വേണ്ട ഗൈസ്. നമുക്ക് ഷിൻജാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ചെറിയൊരു പ്ലെയിൻ മതി, അതായിരിക്കും നല്ലത്. ഓക്കെ, ദേ ഈ ഒരു ജെറ്റ് എടുത്തിട്ട് നമുക്ക് പോകാം. ജനെ വേഗം വാടാ, നീ പറഞ്ഞ പോലെ ഒരു ചെറിയ പ്ലെയിൻ അവനെ ഒപ്പിച്ചിരുന്ന് വേഗം കയറി നീ ഗൈസ്. അപ്പോൾ ദേ പോലീസുകാരൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു പ്ലെയിൻ എടുത്ത് ഇവിടുന്ന് പോകണം. അതാണ് നമുക്ക് ഏറ്റവും വലുത്. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നാട്ടിലെത്തി കാണാം. എന്താ ഷിൻജാനെ നീ പറയുന്നേ? അതെന്തായാലും ആയിക്കോട്ടെ. എല്ലാ ഷിൻജാനെ, നീ ഇങ്ങോട്ട് എന്തിനാ വന്നേന്ന് നീ ആദ്യം ഓർമ്മ ഉണ്ടാ? അത് ഈ വെക്കേഷൻ ആയതുകൊണ്ട് എന്നെ കൂട്ടാൻ വന്നതല്ലേ, അല്ലാതെ എന്താ? അയ്യോ, എന്റെ വീട് കത്തി. ഫ്രാങ്ക്ലി ഭായി, എനിക്കൊരു വീട് സെറ്റ് ആക്കി തന്നെ, ഞാനത് മറന്നുപോയി. ഇപ്പോഴേലും നിനക്ക് ഓർമ്മ വന്നില്ല. എടാ, ഞാൻ ഇത്രയും നേരം നീ അത് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഷിൻജാന്റെ വീട് പണിക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരണം ഗൈസ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ വീട് അവിടുന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് നേരെ കുറച്ച് അപ്പുറത്തേക്ക് വെക്കുകയാണ്. അതായത് ആ പൂള് ചിലപ്പോൾ ഞാൻ മിക്കവാറും തട്ടുന്നതാണ്. സോ നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് സൂപ്പർ മാർക്കറ്റ് അല്ല, ഒരു ഫാമിലി മാർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇതിനകത്ത് കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗൈസ്, ഈ ഒരു കട പണ്ട് ഒരു ചെറിയൊരു പെട്ടിപ്പിടിയായിരുന്നു. ഇതാകെ മാറ്റി നല്ല വലിയൊരു മാർട്ട്
തന്നെ ആക്കിയിട്ടുണ്ട് ഗൈസ്. സോ എന്തായാലും അടിപൊളിയായി. ദേ നമുക്ക് പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. സോ ഷിൻചാൻക്ക് വേണ്ടത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അധികം അവൻ ഫുഡിൻ്റെ കാര്യങ്ങളാണ് അവൻ മെയിനായിട്ട് നോക്കാറ്. സോ അവനക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇവിടെ അല്ല, നമുക്ക് അപ്പുറത്തെ സെക്ഷനിൽ തോന്നും. ഇവിടെ കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ്. സോ അതെല്ലാം നമുക്ക് വേണ്ടത്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമുക്ക് അവനക്ക് അതൊക്കെയാണ് വാങ്ങി കൊടുക്കേണ്ടത് ഗൈസ്. അങ്ങനെ ഷിൻചാൻക്ക് വേണ്ടിയിട്ട് 2 സാധനം ഞാൻ ഇപ്പം മാത്രം കൊടുത്തിട്ടുണ്ട്. അവനക്ക് കുറേ നേരമായി അവൻ ഇതിന് വേണ്ടി കരയുന്നു. സോ ഇനി നമുക്ക് വീടിന് അകത്ത് നിന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഷിൻചാനെ ഹാപ്പി അല്ലേ? പിന്നെ ഡബിൾ ഹാപ്പി. ഇനി നിങ്ങൾ വീടിന്റെ പണി നോക്കിക്കോളൂ, ഞാനിത് കുടിച്ച് ഇവിടെ ഞാൻ ഇരുന്നോളാം. ഷിൻചാനെ അപ്പോൾ ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതേ പണിക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇനി സൈറ്റിലേക്ക് പോവുകയാണ് ഗൈസ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ബൈനോട് ഇവിടെ എല്ലാം സെറ്റാക്കാൻ പറഞ്ഞിരുന്നു. അതായത് ഇത് ലോഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഈ വണ്ടി മാത്രം എടുത്ത് നേരെ പോയാൽ മതി. ഓയ്യോ ഇടിച്ച്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഷിൻചാൻക്ക് അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അവൻ ഹാപ്പി ആയിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. സോ വീടിൻ്റെ പണി നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടുള്ളൂ. നമ്മൾ സാധാരണ എടുക്കുന്ന ടൈമൊന്നുമില്ല. കുറച്ച് ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ടൈമാണ് ഗൈസ്. അപ്പോൾ അതേ വീടും കാര്യങ്ങളൊക്കെ നല്ല ചെറുതാണ്. ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണ്ട, നമുക്ക് ഇവിടെ വേണമെങ്കിലൊക്കെ നിൽക്കാമല്ലോ. ഷിൻചാനെ നീ ഹാപ്പി അല്ലേ? പിന്നെ ഞാൻ ഹാപ്പിയാണ് ഗൈസ്. അവൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ ആ സൗണ്ടിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ ഈ റൂമിനകത്താണുള്ളത്. ഓക്കെ ദേ. അപ്പോൾ ഷിൻചാൻ ഇപ്പം എന്തായാലും ഹാപ്പിയാണ്. എന്നാലും നമുക്ക് ഈ വീടിൻ്റെ ചുറ്റൊന്ന് നടന്ന് കണ്ടാലോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഷിൻചാൻ്റെ കിച്ചൺ. ദേ ഇതെന്താന്ന് എനിക്കും അറിയില്ല. ഇത് ടോയ്ലറ്റ് ആണ്. സോ ടോയ്ലറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെറുതായി മാറിപ്പോയി. ഇതേ ഇവിടെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളും വെക്കുന്ന ഷെൽഫാണ്. പക്ഷേ നമ്മുടെ കൂടെ വന്ന് വേറൊരു ബൈ ക്ലോസറ്റ് എടുത്ത് അവിടെ വെച്ച് ഇയാൾക്ക് അന്തല്ല. സോ എന്തായാലും അത് പോട്ടെ. സോ കുഴപ്പമില്ല, നമുക്കിനി നേരെ മുകളിലേക്ക് പോയി നോക്കാം ഗൈസ്. ഇവിടെ താഴത്ത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ റിയൽ ടോയ്ലറ്റ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ കോണിൻ്റെ നേരെ അടിയിലാണ്. സോ ഇവിടെയാണ് ആക്ച്വലി കുളിക്കാനുള്ളതും അതുപോലെ തന്നെ ബ്രഷ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടുന്ന് ആ ബൈ എടുത്ത് നേരെ അപ്പുറത്തെ സൈഡിൽ വെച്ച്. സോ എന്തായാലും കുഴപ്പമില്ല, ഞാനിതേ മുകളിൽ കയറി പോവാണ്. സോ അപ്പോൾ ദേ ഇവിടെ ഇവിടുന്ന് അവനക്ക് നേരെ ചാടിയാൽ നമ്മളെ പൂളിലേക്കാണ്. സോ ഇവിടെ അത് ഓപ്പൺ ആണ്. പിന്നെ ഇവൻ്റെ ഒരു ചെറിയൊരു PC സെറ്റപ്പും കാര്യങ്ങളും ചെയ്ത് കൊടുത്താണ്. സോ PC എന്തായാലും അവൻ്റെ കയ്യിലില്ല. അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ലാപ്ടോപ്പാണ്. സോ ആസ്യൂസിൻ്റെ ഏതൊരു ലാപ്ടോപ്പാണ് അവൻ്റെ കയ്യിലുള്ളത്. സോ അപ്പോൾ ഇനി പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഷിൻചാൻ്റെ ഹോം ടൂറും കാര്യങ്ങളും. അപ്പോൾ എന്തായാലും നൈസാണ് ഗൈസ്. ഞാൻ എൻ്റെ വീട് ഇവിടുന്ന് മാറ്റി നേരത്തെ എനിക്ക് ഈ ഒരു മാന്ത്രിക ഹോൾ ഞാൻ പണ്ട് വാങ്ങിയതുണ്ടായിരുന്നു. സോ അയ്യോ ഗൈസ്, പണി കിട്ടിയാ എടേ? അയ്യോ ഗൈസ്, ഇതിന് ഹോളിൽ കൂടെ ഇട്ടതാണ്. ഇനി ഷിൻചാൻ കണ്ട അതിനകത്ത് കയറിയിരിക്കും ഗൈസ്. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. എടേ ഇവിടെയൊക്കെ കുലുങ്ങുന്നേ ഗൈസ്. അതെന്ത്? ഓ എടാ, ഇതെന്ത് ഷിൻചാൻ്റെ ടോയ് അല്ലേ ഗൈസ്? ഇതെങ്ങനെ ഇവിടെ എത്തി? ഷിൻചാനെ രക്ഷിക്കണ. ഷെടാ ഇവനിത് എവിടെ പോയി ഗൈസ്? ആകപ്പെട്ട് ഷെടാ ഷിൻചാൻ. ഷിൻചാൻ താണ്ട് ഇവിടെ നിൽക്കുന്നേ. എടാ ഷിൻചാൻ എന്നാ ഹെൽപ്പ് ചെയ്യടാ. എന്റെ പൊന്നു ഫ്രാങ്ക്ലി ഭായ്, നിങ്ങളെ ഞാൻ എപ്പോഴും രക്ഷിച്ചു. എടാ കള്ള ഹിമാല, നിന്നെ ഞാൻ ഇന്ന് കൊല്ലുക. നീ തീർന്നേ ഫ്രാങ്ക്ലി ഭായ്, നിങ്ങൾ ഇനി പേടിക്കണ്ടോ? ഓക്കെ. ഷിൻചാനെ നിനക്ക് ഇത്രയും പവറൊക്കെ ഉണ്ടോ? ഷിൻചാനെ ഇത് നീ തന്നെയാണോ? എന്റെ പൊന്നു ഗൈസ്, അവൻ ആ റോബോട്ടിനെ കൊന്ന്.